ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. ഗോവിന്ദച്ചാമിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയായിരുന്നു. തമിഴ്നാട്ടിലെത്തി മാധ്യമങ്ങളെ ഉപയോഗിച്ച് കുറ്റക്കാരനല്ലെന്ന് വരുത്താൻ ലക്ഷ്യമിട്ടു. കുറ്റം ചെയ്യാത്ത തന്നെ ജയിലിലിട്ടിരിക്കുന്നുവെന്ന പ്രചരണമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഉദ്ദേശം. അത് ശരി. അതിനിടെ ഗോവിന്ദച്ചാമിയെ പാർപ്പിച്ചിരിക്കുന്ന വിയ്യൂർ അതിസുരക്ഷാ ജയിലിലെ സെല്ലിനകത്തും പുറത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിരീക്ഷിക്കാൻ കൂടുതൽ ജീവനക്കാരെയും നിയമിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഗുഡ് മോർണിംഗ് ജെയ്സൺ. അപ്പോ കുറഞ്ഞ പുള്ളിയൊന്നും ആയിരുന്നില്ല ഈ ഗോവിന്ദച്ചാമി എന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിൽ പോയി മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറ്റൊരു പ്രചരണമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ലക്ഷ്യമെന്നറിയുന്നു. ഇതൊക്കെ ചുമ്മാ അങ്ങ് തട്ടിവിടുന്നതാണോ? ഒരുപക്ഷെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. തമിഴ്നാട്ടിലോട്ട് പോകാൻ വേണ്ടി തന്നെ ആയിരിക്കും അല്ലേ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് പോയത് ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അതിബുദ്ധിമാനായ ഒരു കൊലയാളി, കൊടും കൊലയാളി എന്ന് പറയേണ്ടി വരും. കൊലയാളികളെ നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ബുദ്ധിമാന്മാരായ കൊലയാളികൾ വളരെ കുറവേ ഉള്ളൂ. ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരാൾ ഗോവിന്ദച്ചാമി എന്ന് വ്യക്തമാക്കുന്നതാണ്. അയാൾ ജയിൽ ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ പോലീസിനോടുമൊക്കെ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പ്രധാനമായും കഴിഞ്ഞ ദിവസം തന്നെ അയാളുടെ മൊഴി പുറത്തു വന്നിരുന്നു. അയാൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യമെന്ന്. പക്ഷേ തമിഴ്നാട്ടിൽ കടന്ന് ചെയ്യാൻ പോകുന്ന B പ്ലാൻ വരെ അയാളുടെ കയ്യിലുണ്ടായിരുന്നു എന്നാണ് ഇന്നലെ ജയിലിലെത്തിയ ശേഷം ലഭിക്കുന്ന വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് താൻ തമിഴ്നാട്ടുകാരനാണ്, തന്നെ അനാവശ്യമായി അവിടെ പ്രതി ചേർത്തിരിക്കുന്നു, തന്നെ ജയിലിലടച്ചിരിക്കുന്നു എന്ന പ്രചാരണം നടത്താൻ തന്നെയായിരുന്നു അയാളുടെ തീരുമാനം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ജയിലിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഇയാളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി. മാത്രമല്ല ഉള്ളിൽ കഴിയുന്ന സഹതടവുകാരൻ്റെ സഹായം കൂടി ഈ ജയിലധികൃതർ തേടുന്നുണ്ട്. കാരണം ഇയാളുടെ മുഴുവൻ മൂവ്മെന്റ്സും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അകത്തും പുറത്തും CCTV ദൃശ്യങ്ങളുണ്ട്. അത്ര എളുപ്പത്തിലൊന്നും ഊരിപ്പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും ഇനിയും അത്തരമൊരു അറ്റംപ്റ്റ് നടത്താനുള്ള സാധ്യത വൈകാതെ അല്പം കഴിഞ്ഞാൽ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ജയിൽ അധികൃതർക്കുണ്ട്. കാരണം ഇയാൾ അതിബുദ്ധിമാനാണ്. മാത്രമല്ല ഒറ്റ കൈവച്ച് വലിയൊരു ജയിൽ ചാടിക്കിടന്നവനാണ്. അതുകൊണ്ട് തന്നെ അതിസുരക്ഷാ ജയിലിലും അത്തരമൊരു അറ്റംപ്റ്റ് ജയിൽ അധികൃതർ പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺകുമാർ, അത് കൊള്ളാലോ. ഗോവിന്ദച്ചാമി അപ്പൊ എന്തൊക്കെയാ മനസ്സിൽ കരുതിയിരുന്നതല്ലേ? അപ്പോൾ നിശ്ചയദാർഢ്യം എന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ഗോവിന്ദച്ചാമി കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒന്നായിട്ട് മാറുകയാണ് ഇവിടെ. ആലോചിക്കുക, തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഞാൻ ഹീറോ എന്ന് പറയാനായിരിക്കുമോ പുള്ളി ശ്രമിച്ചിട്ടുണ്ടാവുക? ആലോചിക്കുക, കഷ്ടം. എന്തായാലും പിടിച്ചു പോലീസ് എന്നുള്ളതിലാണ് ഏറെ ആശ്വാസകരമായ കാര്യമുള്ളത്. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിലോ? ഒന്ന് ആലോചിച്ചു.